കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ പൊതുദർശനം എറണാകുളം ടൗൺ ഹാളിൽ ആരംഭിച്ചു. പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകർ ചേരുകയാണ്. നിതിൻ, ഇപ്പോൾ ലെനിൻ സെന്ററിന് ശേഷം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചിരിക്കുകയാണ്. ഏതെല്ലാം പ്രമുഖരാണ് മുതിർന്ന സഖാവിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്? അനുപ്രിയ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ലോറൻസിൻ്റെ മുതിർന്ന CPIM നേതാവ് ലോറൻസിൻ്റെ ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാൾ മുറ്റത്ത് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. CPIMൻ്റെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കന്മാരെല്ലാം തന്നെ തങ്ങളുടെ പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തുന്നുണ്ട്. LDF കൺവീനർ TP രാമകൃഷ്ണൻ, MA ബേബി, തോമസ് ഐസക്, M വിജയകുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ എല്ലാം തന്നെ ഉണ്ട്. വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കളുണ്ട്. അത്തരത്തിൽ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുണ്ട്, CITU തൊഴിലാളികളുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എറണാകുളത്തെ CITU തൊഴിലാളികൾ അടക്കമുള്ളവർ ടൗൺ ഹാളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ദീർഘകാലം എറണാകുളം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എറണാകുളം ജില്ലയിൽ കെട്ടിപ്പടുക്കാൻ അഹോരാത്രം പങ്കുവഹിച്ച നേതാവായിരുന്നു ലോറൻസ്. അതോടൊപ്പം തന്നെ എന്നും തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് തൊഴിലാളികളുടെ അവകാശ പോരാട്ടത്തിൽ അവർക്കൊപ്പം നിന്ന് അവരുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയാണ് വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനും തൊഴിലാളി നേതാക്കളും തൊഴിലാളി പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ ഇവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നുണ്ട്. സാധാരണക്കാരായ നാട്ടുകാർ എത്തുന്നുണ്ട്. അത്തരത്തിൽ എറണാകുളം ടൗൺ ഹാളിന് മുന്നിൽ പ്രിയപ്പെട്ട നേതാവിനെ, അതായത് എറണാകുളത്ത് ചില പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ CPIM കെട്ടിപ്പടുക്കുന്നതിൽ ത്യാഗോജ്വലമായ പങ്കുവഹിച്ച പ്രിയപ്പെട്ട നേതാവിനെ കാണാനായി നിരവധി ആളുകളാണ് ഒഴുകിയെത്തുന്നത്. റെഡ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ആളുകളെ കടത്തിവിടുന്നത്. ഇപ്പോൾ അത് കാണാൻ കഴിയും. വലിയ ഒരു ജനാവലി തന്നെ MLAമാരുണ്ട്, പാർട്ടിയുടെ MLAമാരുണ്ട്, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഇവിടേക്ക് ലോറൻസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തുകയാണ്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ മൃതദേഹത്തോടൊപ്പമുണ്ട്. ഭൗതികദേഹം 4 മണി വരെയാണ് ഇവിടെ പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. 4 മണിക്ക് ശേഷം അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് പാർട്ടി പ്രവർത്തകരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ലോറൻസിൻ്റെ ഭൗതികദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. അനുപ്രിയ. നിതിൻ, ഇപ്പോൾ ലോറൻസിനെ സംബന്ധിച്ചിടത്തോളം തോട്ടി തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സംഘാടന മികവും തൊഴിലാളി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും. അദ്ദേഹം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും സംഘടനാ പാടവത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? തീർച്ചയായും CIT എന്ന് പറയുന്ന CPMൻ്റെ വർഗ ബഹുജന സംഘടനയിലൂടെ തന്നെയാണ് അദ്ദേഹം തൻ്റെ കർമ്മമണ്ഡലത്തിൽ ഏറെ തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ കർമ്മമണ്ഡലത്തിൽ ശ്രദ്ധേയനാവുന്നത്. എന്നും പാർട്ടി തൊഴിലാളികൾക്കൊപ്പം നിലനിന്നിരുന്ന, അല്ലെങ്കിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടമായിരുന്നു ലോറൻസ്. എറണാകുളം പോർട്ടിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ അവരോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട നേതാവ് എന്ന് തന്നെ അവർ വിശേഷിപ്പിക്കുന്നു. അത് അത്രയേറെ ബന്ധമാണ്, ഇഴയടപ്പമാണ് തൊഴിലാളി പ്രവർത്തകരുമായി ലോറൻസിന് ഉണ്ടായിരുന്നത്. മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ ഏറെ വ്യത്യസ്തനാക്കിയതും അതുതന്നെയാണ്. തൊഴിലാളികളുടെ ഏത് പ്രശ്നത്തിനും മുഖം നോക്കാതെ പോരാടാൻ, അല്ലെങ്കിൽ മുഖം നോക്കാതെ പ്രവർത്തിക്കാൻ ലോറൻസ് തയ്യാറായിരുന്നു. മറ്റു നേതാക്കളിൽ നിന്ന് ലോറൻസിനെ വ്യത്യസ്തനാക്കിയതും അതുതന്നെയായിരുന്നു. ഒരു കാലത്ത് പോർട്ടിൽ, എറണാകുളം തുറമുഖത്ത് CITU എന്ന സംഘടനയ്ക്ക് അത്രമേൽ സ്വാധീനമില്ലാത്ത കാലത്താണ് ലോറൻസ് അതിൻ്റെ സംഘടനാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ മന്ത്രി ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ലോറൻസിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുകയാണ്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും ലോറൻസിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതാണ്. ഇപ്പോൾ മന്ത്രി ബിന്ദു അന്തിമോപചാരം അർപ്പിക്കുന്നു. മന്ത്രി K കൃഷ്ണൻകുട്ടി, വൈദ്യുതി വകുപ്പ് മന്ത്രി, ജനതാദൾ എസ് നേതാവ് K കൃഷ്ണൻകുട്ടി അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഇത്തരത്തിൽ സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഇപ്പോൾ എറണാകുളം തുറമുഖത്തടക്കം CITU എന്ന സംഘടനയ്ക്ക് കൃത്യമായ അഡ്രസ്സ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച്
കുടക്കയിലേക്ക് കൊണ്ടുവരാൻ MM ലോറൻസിന് കഴിഞ്ഞിരുന്നു. അത് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ അതിൽ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ഒരു സമര അധ്യായമാണ് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം. ആ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉൾപ്പെടെയുള്ള സമര പോരാട്ടങ്ങളിൽ തൻ്റേതായ നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ടാണ് പൊതുരംഗത്ത് കടന്നു വരുന്നത്. പിന്നീട് ആണ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളികൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പരിഭവങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും അവർക്കൊപ്പം നിന്ന് പോരാടിയ ഒരു വ്യക്തിത്വമായിരുന്നു. നമുക്ക് എറണാകുളം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെൻറ്ററിലും അതോടൊപ്പം തന്നെ ടൗൺ ഹാളിലും MM ലോറൻസിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ നമുക്ക് തൊഴിലാളികളുടെ ഒരു വലിയ നിര തങ്ങളുടെ പ്രിയ നേതാവിനെ പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എത്രത്തോളം തൊഴിലാളികളുമായി അദ്ദേഹത്തിന് ആത്മബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അനുപ്രിയ, അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എറണാകുളം ടൗൺ ഹാളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിവരെയാണ് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. വിശദാംശങ്ങളാണ് നിതിൻ നൽകിയത്.